55 സങ്കീർത്തനം 16-17 വാക്യങ്ങൾ. ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ. ആമേൻ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. അനുഗ്രഹീതമായ ഒരു പ്രഭാതത്തിൽ ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവനുള്ള നമുക്ക് ജീവിതത്തിനായി പ്രാർത്ഥനാനിരതരാകുവാൻ കർത്താവ് കൃപ തരുന്നു. സകല ചരാചരങ്ങളുടെ സൃഷ്ടിതാവും ജീവൻ്റെ പരിപാലകനും ജീവിതത്തിന് ആധാരവുമായ കർത്താവിനെ തിരിച്ചറിഞ്ഞ ഭക്തനായ സങ്കീർത്തനക്കാരൻ തൻ്റെ സത്കീർത്തനങ്ങളിലൂടെ പറയുന്നു, ആശയും ആശ്രയവുമൊക്കെ കർത്താവിൽ വെച്ചുകൊണ്ട് ഉറപ്പോടെ പറയുന്നു, വിശ്വാസത്തോടെ പറയുന്നു, ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവയോ എന്നെ രക്ഷിക്കും. വിശ്വാസത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുള്ള ഉറപ്പാണ്. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എന്നെ രക്ഷിക്കുന്ന രക്ഷകൻ യഹോവയായ കർത്താവ് എന്നെ രക്ഷിക്കാൻ കൂടെ ഉണ്ടാകും. ലോകത്തിലെ രക്ഷയ്ക്കായുള്ള ആശ്രയങ്ങൾ അസ്ഥാനത്താകുമ്പോൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ രക്ഷിക്കുന്ന രക്ഷകൻ നമുക്ക് കൂടെ ഉണ്ടാകുന്നത് എത്ര ബലമേറിയ സാന്നിധ്യമാണ്. തുടർന്ന് രക്ഷകൻ്റെ സന്നിധിയിൽ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും എൻ്റെ സങ്കടം പറയും. അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഉറപ്പോടെ സ്ഥിരതയോടെ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന വിശ്വാസ ജീവിതത്തിലായിരിക്കുന്ന നമുക്ക് പ്രചോദനമായി തീരട്ടെ, ഉറപ്പായി തീരട്ടെ, അനുഗ്രഹമാകട്ടെ. പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, വാഴ്ത്തപ്പെട്ട ദൈവമേ, ഒരു നോമ്പാചരണത്തിൻ്റെ ദിനങ്ങളിൽ ഞങ്ങളായിരിക്കുമ്പോൾ അങ്ങയിൽ ആശ്രയം വയ്ക്കട്ടെ, ഉറപ്പോടെ ആശ്രയിക്കട്ടെ. കർത്താവേ, വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികളുള്ള ജീവിത സാഹചര്യങ്ങളിൽ ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങനെ രക്ഷിക്കുമെന്ന് ഞാൻ ഉറപ്പോടെ വിശ്വസിക്കുന്നു. ആ രക്ഷകൻ്റെ സന്നിധിയിൽ എൻ്റെ സങ്കടം പറയുവാൻ ഞാൻ എപ്പോഴും ഇരിക്കും. എൻ്റെ രക്ഷകനോട് സങ്കടം പറയും, എൻ്റെ കുറവുകളെ പറയും, എൻ്റെ ബലഹീനതകളെ പറയും. എൻ്റെ ജീവിതത്തെ തന്നെ പകർന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ വയ്ക്കും. അവൻ എൻ്റെ സങ്കടം കേൾക്കും, എന്നെ അനുഗ്രഹിക്കും. എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എൻ്റെ സമീപത്ത് കൂടെ ഉണ്ട്. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്താൽ എന്നെ രക്ഷിക്കണമേ. അങ്ങയുടെ സാന്നിധ്യത്താൽ എന്നെ കരുതണമേ. അങ്ങയുടെ കൃപ എനിക്കായി, കുടുംബത്തിനായി, പ്രിയപ്പെട്ടവർക്കായി, വേദനയിരിക്കുന്ന സകലർക്കുമായിട്ട് പകരണമേ. അങ്ങ് രക്ഷകനാണല്ലോ. അങ്ങയുടെ രക്ഷ കൊണ്ട് ഞങ്ങളെ സന്ദർശിക്കണമേ. ഇന്ന് ഞങ്ങൾ അങ്ങേ മുഖാമുഖം കാണുന്നവരായിരിക്കാൻ സഹായിക്കണം. പരിശുദ്ധാത്മ സാന്നിധ്യത്തിൻ്റെ നിറവിനാൽ ഞങ്ങളെ നിറയ്ക്കണം. ക്രൂശിൻ്റെ മറവിൽ മറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മ സംസർഗം നമുക്ക് ഏവർക്കും തുണയായിരിക്കുമാറാകട്ടെ. ആമേൻ.